ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രെറ്റി തിങ്സ്. ആരുടെയും സ്വന്തമല്ലാത്ത എന്നാൽ എല്ലാവരുടെയും സ്വന്തമാണ് താനും. അങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ്. വെൽക്കം ടു ഓറോവില്ലി, ദ സിറ്റി ഓഫ് ഡോൺ. ഇപ്പോൾ ഒരു ഗോൾഡൻ ഡോം കണ്ടില്ലേ? അതാണ് മാതൃമന്ദിർ, ദ സോൾ ഓഫ് ഓറോവില്ലി. നമുക്ക് നോക്കാം, വിസിറ്റിംഗ് സെന്ററിൽ ചെന്നിട്ട് നമുക്ക് മാതൃമന്ദിർ കാണാനുള്ള പാസ് എടുക്കാം. അപ്പോൾ ഈ ഓറോവില്ലിയുടെ കഥ ഞാനൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. യോഗിയും ഫിലോസഫറുമായ ശ്രീ അരബിന്ദോയുടെ സ്പിരിച്വൽ കൊളാബറേറ്റർ ആയിരുന്നു ദ മദർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മീര അൽഫാസ. അവരുടെ ഡ്രീം ആയിരുന്നു ഒരു ഇന്റർനാഷണൽ ടൗൺഷിപ്പ്. ഏത് രാജ്യക്കാർക്കും ജാതിയോ മതമോ ഒന്നും നോക്കാതെ യൂണിറ്റിയോടുകൂടി ജീവിക്കാനൊരിടം. അങ്ങനെ അവർ ഈ പ്രപ്പോസൽ ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിക്കുകയും അത് യുനെസ്കോയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1968 ഓറോവില്ലിക്കുള്ള ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നടന്ന് ഇൻഫോർമേഷൻ സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഇൻഫോർമേഷൻ സെൻറ്ററിൽ ഓറോവില്ലിയെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഓറോവില്ലി എന്താണെന്നും അതിൻ്റെ ഉദ്ദേശ്യതയെ പറ്റിയെല്ലാം ഇവിടെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് മാതൃമന്ദിറിൻ്റെ ഉൾവശം. കോൺകേവും കോൺവെക്സുമായ ഗോൾഡൻ ടൈൽ കൊണ്ടാണ് പുറംവശം ചെയ്തിരിക്കുന്നത്. മേലിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗാലക്സി പോലെയാണ് ഓറോവില്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോജർ ആങ്കർ എന്ന ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാതൃമന്ദിർ വേണമെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. അതെല്ലാം നമുക്ക് ഉള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ കോൺസെൻട്രേഷൻ ബുക്കിംഗ് സർവീസ് ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഏത് ഡേറ്റിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവൈലബിൾ ആണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാം. ഇതാണ് ശ്രീ അരബിന്ദോയും മീര അൽഫാസയും. നമ്മൾ മാതൃമന്ദിർ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഒരു 1 കിലോമീറ്റർ വാക്ക് ഉണ്ട്. നല്ല ഫുൾ ഫോറസ്റ്റ് പോലെയുള്ളൊരു ഫീലിംഗ് ആണ്. ഇതൊരു ഷെയ്ഡഡ് വാക്കാണ്. നല്ല ചീവീടുകളുടെ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു ബാരൻ ലാൻഡായിരുന്നു. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ അത്രമാത്രം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ ആക്കിയെടുത്തു. പോണ്ടിച്ചേരി സിറ്റിയിലുള്ളതിനേക്കാളും ഒരു 3 ഡിഗ്രി കുറവായിരിക്കും എപ്പോഴും ഇവിടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ബസ് സർവീസും ഉണ്ട്. പ്രൈവറ്റ് വെഹിക്കിളുകൾക്ക് ഒരു പോയിന്റിനപ്പുറം പ്രവേശിക്കാൻ അനുമതിയില്ല. പക്ഷെ ഞങ്ങൾ ഈ ഷെയ്ഡഡ് വാക്കാണ് തിരഞ്ഞെടുത്തത്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള വിൻചായ്മും ഓരോ പ്രോജക്റ്റുകളും കാണാം. മാതൃമന്ദിറിന്റെ അടുത്ത് ഒരു വലിയൊരു ആൽമരമുണ്ട്. നോക്കൂ.
നതാഷയും റിയലി എക്സൈറ്റഡ് ആണ്. അങ്ങനെ നടന്ന് നമ്മൾ വ്യൂ പോയിന്റിലെത്തി. അവിടെയാണ് 124 കൺട്രീസിനുള്ള മണ്ണും പിന്നെ ഇന്ത്യയിലെ 23 സ്റ്റേറ്റ്സ് എന്നുള്ള മണ്ണും കൂടി ചേർത്തിട്ടാണ് അത് അവിടെ ഉണ്ടാക്കിയിരുന്നത്. ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. ഞാൻ മേലേക്ക് നോക്കി നടക്കുമ്പോൾ നതാഷ നോക്കുന്നത് താഴോട്ടാ. ഈ ബട്ടർഫ്ലൈസിനെ പോലെ പറന്ന് നടക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ സ്ഥലം. അതാ പോകുന്നു എന്റെ ബട്ടർഫ്ലൈ. ഇൻഫർമേഷൻ സെന്ററിന്റെ അടുത്ത് തന്നെ നല്ല റെസ്റ്റോറന്റുകളും ബേക്കറികളും ഉണ്ട്. നമ്മള് മാതൃമന്ദിറിന്റെ വ്യൂ പോയിന്റ് പോയിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബേക്കറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് ഇവിടെ നടക്കുന്ന എക്സിബിഷനെ പറ്റിയും വർക്ക്ഷോപ്പുകളെ പറ്റിയും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഓറോവില്ലിയുടെ വെബ്സൈറ്റിലും ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിലേക്കാണ്. നതാഷ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ്. ബേക്കറിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നമ്മളിവിടുന്ന് വലിയൊരു കേക്കിൻ്റെ പീസ് ആയിട്ടുള്ള 2 കുക്കീസ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്രോസന്റ് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തോ? സ്റ്റീൽ സ്ട്രോ കണ്ടോ? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കുറവാണ്. അതിന്റെ തൊട്ടടുത്തുള്ള ബുട്ടീക്കാണ് ടോട്ടം ടാബു. ഇൻഫർമേഷൻ സെന്ററിന്റെ അടുത്തും ഇതുപോലുള്ള ഓറോവില്ലി പ്രോഡക്റ്റുകൾ നിറയെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ താമസിക്കുന്നവർ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സും ഫുഡും വിറ്റുകിട്ടുന്ന പണമാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പം ഞാനും ഇവിടെ നിന്ന് സ്ക്വാഷും കുറച്ച് തവികൾ, ഫുഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിയിരുന്നു. നിങ്ങൾ ആദ്യമായാണ് ഓറോവില്ലിയെ പറ്റി കേട്ടതെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. നിങ്ങളുടെ ഓരോ കമന്റും ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാൻ എനിക്ക് പ്രചോദനമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ, please like, comment, subscribe and share.